നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു ഭാഗത്ത് ഗോളടിക്കാൻ വേണ്ട വിധത്തിൽ ആളുകളില്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൊട്ടിത്തകരുമ്പോൾ മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ച് മിന്നിക്കത്തി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2023 ഏറ്റവും അധികം ഗോളടിച്ച താരമായിട്ട് ക്രിസ്ത്യാനോ മാറിയിട്ടുണ്ട്. 54 ഗോളുകളായി അദ്ദേഹം അങ്ങനെ ടോപ്പ് സ്കോററായിട്ട് മാറി. ക്രിസ്ത്യാനോയുടെ ആരാധകർ ഇത് വലിയ രൂപത്തിൽ ആസ്വദിക്കുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുണൈറ്റഡിൻ്റെ വീഴ്ചയിലും പലരും സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എറിക് ടെൻ ഹാഗ് ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രോബ്ലം എന്ന രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. PS മോർഗനുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ ക്രിസ്ത്യാനോ പല കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ യുണൈറ്റഡ് പൊട്ടി തകർന്ന് പ്രീമിയർ ലീഗിൽ 20 കളി കളിച്ചപ്പോഴേക്കും 9 കളി തോറ്റു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ക്രിസ്ത്യാനോ മിന്നിക്കത്തി നിൽക്കുമ്പോൾ ആരാധകർ അത് ആഘോഷിക്കും, സ്വാഭാവികമാണ്. ക്രിസ്ത്യാനോയുടെ ഈ നേട്ടം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ അൽ നസറിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ് അക്കൗണ്ടിൽ വന്നൊരു പോസ്റ്റാണ് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത്. അതിലവർ ഗോട്ട് 54 ഗോൾസ് അറ്റ് 2023 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ ഫിനിഷസ് ദി ഇയർ as the world's top goal scorer while someone in Nottingham loses yet again എന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യാനോ ഈ വർഷം ടോപ്പ് ഗോൾ സ്കോറായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ചിലർ വീണ്ടും അവിടെ നോട്ടിംഗ്ഹാമിൽ തോറ്റിരിക്കുകയാണ്. വി ലവ് ദിസ് പ്രോബ്ലം എന്നാണ് അവർ പറയുന്നത്. ആ പറഞ്ഞ പ്രശ്നമില്ലേ, ആ പ്രശ്നത്തെ ഞങ്ങളിതാ ഇവിടെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ ഒന്ന് എബോലയിലിട്ട ആ ഒരു കമൻറ്റിൻ്റെ ഇമോജികൾ കൂടി ചേർത്ത് വെക്കുന്നു. ഏതായാലും ക്രിസ്ത്യാനോ മിന്നിക്കത്തി കളിക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് യുണൈറ്റഡ് തകർന്നടിയുന്നു. ഇത് പലരും ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.